കേരളത്തിന്റെ റെയിൽവേ വികസന ചരിത്രത്തിൽ നിർണായകമായ 2 പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ആലപ്പുഴ അമ്പലപ്പുഴ പാത ഇരട്ടിപ്പിക്കലും പാലക്കാട് ടൗൺ പറളി ബൈപ്പാസ് ലൈനും യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തെ യാത്രാക്ലേശത്തിന് വലിയൊരളവിൽ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഭൂപടത്തിൽ കേരളം എപ്പോഴും വികസനത്തിനായി മുറവിളി കൂട്ടുന്ന ഒരു സംസ്ഥാനമാണ്. ഭൂമി ഏറ്റെടുക്കലിലെ പ്രതിസന്ധികളും സാങ്കേതിക തടസ്സങ്ങളും കാരണം പല പദ്ധതികളും പാതി വഴിയിൽ നിലച്ചുപോയ ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ ഈ സാഹചര്യത്തിന് മാറ്റം കുറിച്ചുകൊണ്ട് 2 സുപ്രധാന പദ്ധതികൾക്ക് കൂടി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ച ഈ വാർത്ത കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ് പകരുന്നത്. ഏകദേശം 500 കോടി രൂപയുടെ ഈ പദ്ധതികൾ വെറും ഒരു റെയിൽവേ നിർമ്മാണമല്ല, മറിച്ച് കേരളത്തിന്റെ തെക്കൻ വടക്കൻ യാത്രാ സൗകര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക കണ്ണികളാണ്. എറണാകുളം മുതൽ കായംകുളം വരെയുള്ള തീരദേശ റെയിൽവേ പാതയിലെ ഏറ്റവും വലിയ ശാപം സിംഗിൾ ലൈൻ കുരുക്കായിരുന്നു. ഇതിൽ ആലപ്പുഴ മുതൽ അമ്പലപ്പുഴ വരെയുള്ള 12.66 കിലോമീറ്റർ ഭാഗം ഇരട്ടിപ്പിക്കുന്നതിനായി 324.16 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. തീരദേശ പാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം, പലപ്പോഴും എറണാകുളത്തോ അമ്പലപ്പുഴയിലോ ട്രെയിനുകൾ അരമണിക്കൂറിലധികം ക്രോസിംഗിനായി പിടിച്ചിടാറുണ്ട്. പാത ഇരട്ടിപ്പിക്കാത്തതിനാൽ ഒരു ട്രെയിൻ കടന്നു പോകാൻ മറ്റൊന്നിന് കാത്തു നിൽക്കേണ്ടി വരുന്നത് സമയക്രമത്തെ ആകെ താളം തെറ്റിക്കുന്നു. പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ പ്രതിദിനം ഇരുവശങ്ങളിലേക്കുമായി 9 പുതിയ പാസഞ്ചർ ട്രെയിനുകൾ കൂടി ഓടിക്കാനുള്ള ശേഷി റെയിൽവേക്ക് ലഭിക്കും. ഇത് ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും പോകുന്ന സ്ഥിരം യാത്രക്കാർക്ക് വലിയ അനുഗ്രഹമാകും. കൊച്ചി തുറമുഖത്ത് നിന്നും മറ്റുമുള്ള ചരക്ക് നീക്കം വേഗത്തിലാക്കാൻ ഈ പാത സഹായിക്കും. ചരക്ക് ട്രെയിനുകൾ പിടിച്ചിടുന്നത് ഒഴിവാക്കുന്നതോടെ റെയിൽവേയുടെ വരുമാനത്തിലും വലിയ വർധനവുണ്ടാകും. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയുടെ യാത്രാ സമയം 15 മുതൽ 20 മിനിറ്റ് വരെ കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായ മാറ്റമായിരിക്കും 163.57 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ ബൈപ്പാസ് ലൈൻ. വെറും 1.80 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൈർഘ്യമെങ്കിലും ഇതിന്റെ പ്രയോജനം വളരെ വലുതാണ്. നിലവിൽ പൊള്ളാച്ചി ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകൾ ഷൊർണൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ പാലക്കാട് ജംഗ്ഷനിലെത്തി എഞ്ചിൻ ദിശ മാറ്റേണ്ടതുണ്ട്. ഇതിനായി മാത്രം കുറഞ്ഞത് 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം നഷ്ടപ്പെടാറുണ്ട്. പാലക്കാട് ടൗൺ പറളി ബൈപ്പാസ് വരുന്നതോടെ ട്രെയിനുകൾക്ക് പാലക്കാട് ജംഗ്ഷനിലെ തിരക്കിൽപ്പെടാതെ നേരിട്ട് കടന്നുപോകാം. പാസഞ്ചർ ട്രെയിനുകൾക്ക് ഏകദേശം 44 മിനിറ്റും ചരക്ക് തീവണ്ടികൾക്ക് 120 മിനിറ്റും ലഭിക്കാൻ സാധിക്കും. എഞ്ചിൻ മാറ്റുന്ന പ്രക്രിയകൾ ഒഴിവാക്കുന്നതോടെ ട്രെയിനുകൾ വൈകാനുള്ള സാധ്യതയും കുറയുന്നു. തിരുവനന്തപുരം, ഷൊർണൂർ, പൊള്ളാച്ചി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ട്രെയിനുകളുടെ സമയക്രമം ഇതോടെ മെച്ചപ്പെടും. എഞ്ചിൻ മാറ്റുന്നതിനും ഐഡ്ലിംഗിനും മറ്റും ചെലവാകുന്ന ഇന്ധനവും ഉദ്യോഗസ്ഥരുടെ അധ്വാനവും ഇതിലൂടെ ലാഭിക്കാൻ റെയിൽവേക്ക് സാധിക്കും. ഈ 2 പദ്ധതികളും അംഗീകരിക്കപ്പെടുന്നതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ വികസന മുരടിപ്പിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം മുൻപ് വാഗ്ദാനം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായും അദ്ദേഹം നടത്തിയ ചർച്ചകളാണ് ഇത്ര വേഗത്തിൽ ഫണ്ട് അനുവദിക്കാൻ കാരണമായത്. വികസനത്തിനൊപ്പം ജനങ്ങൾക്കൊപ്പം എന്ന ടാഗ്ലൈനോടെ അദ്ദേഹം ഈ വിവരങ്ങൾ പങ്കുവച്ചത് വരാനിരിക്കുന്ന കൂടുതൽ പദ്ധതികളുടെ സൂചനയായി കാണാം. കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചാലും പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് പ്രധാന തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ്. ആലപ്പുഴ അമ്പലപ്പുഴ പാതയുടെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ എത്രത്തോളം വേഗത്തിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പദ്ധതിയുടെ പൂർത്തീകരണം. സിൽവർ ലൈൻ പോലുള്ള വലിയ പദ്ധതികൾക്കപ്പുറം നിലവിലുള്ള പാതകളുടെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ കൂടുതൽ സഹകരണം നൽകേണ്ടതുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അനുവദിച്ച ഫണ്ട് കൃത്യസമയത്ത് വിനിയോഗിക്കാൻ സാധിക്കൂ. ഈ 2 പദ്ധതികളും പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ റെയിൽവേ ശൃംഖല കൂടുതൽ കാര്യക്ഷമമാകും. വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കാനും പുതിയ സർവീസുകൾ തുടങ്ങാനും ഇത് സഹായകരമാകും. ശബരിമല തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും ഈ വികസനം ഗുണകരമാകും. വികസനത്തിന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന തത്വത്തിന് അടിവരയിടുന്നതാണ് കേന്ദ്രത്തിന്റെ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ. കേരളത്തിലെ സാധാരണക്കാരായ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലയിൽ ആലപ്പുഴ അമ്പലപ്പുഴ പാതയും പാലക്കാട് ബൈപ്പാസും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അനുവദിച്ച തുക കാര്യക്ഷമമായി വിനിയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതാണ് ഇനി വേണ്ടത്. കേരളം വികസനത്തിന്റെ ട്രാക്കിലൂടെ വേഗത്തിൽ കുതിക്കാൻ ഇത്തരം പദ്ധതികൾ ഇനിയും ആവശ്യമാണ്.